ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ FC ബാഴ്സലോണക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ബെൽജിയൻ ക്ലബ്ബായ ക്ലബ്ബ് ബ്രൂഗെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ബാഴ്സയാണ് സമനില പിടിച്ചു വാങ്ങിയത് എന്ന് പറയേണ്ടി വരും. കാരണം ഓരോ തവണയും പിറകിലേക്ക് പോയത് ബാഴ്സയാണ്. പിന്നീട് അവർ സമനില നേടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബാഴ്സയുടെ ഡിഫൻസും അതുപോലെ തന്നെ ഗോൾ കീപ്പിങ്ങും ഇപ്പോൾ മോശമായി വരികയാണ്. കാരണം ഇന്നലെ 3 ഗോളുകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായ ജോയൻ ഗാർഷ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. അദ്ദേഹത്തിന്റെ അഭാവം നല്ല രൂപത്തിൽ ഇപ്പോൾ FC ബാഴ്സലോണ അറിയുന്നുണ്ട്. സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായ ഷെസ്നിക്ക് ഇപ്പോൾ പഴയ പോലെ തിളങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത്തരത്തിലുള്ള കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ സീസണിൽ ഷെസ്നി ബാഴ്സയ്ക്ക് വേണ്ടി 8 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഒരൊറ്റ ക്ലീൻ ഷീറ്റ് പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 8 മത്സരങ്ങളിലും അദ്ദേഹം ഗോൾ വഴങ്ങിയിട്ടുണ്ട്. 15 ഗോളുകളാണ് ആകെ വഴങ്ങിയിട്ടുള്ളത്. ഇനി ജോയൻ ഗാർഷ്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 7 മത്സരങ്ങളാണ് ഗാർഷ്യ ഈ സീസണിൽ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കേവലം 5 ഗോളുകൾ മാത്രമാണ് ജോയൻ ഗാർഷ്യ വഴങ്ങിയിട്ടുള്ളത്. 3 ക്ലീൻ ഷീറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു അന്തരം വളരെ വ്യക്തമാണ്. ജോൻ ഗാർഷ്യ ഉണ്ടായിരുന്നപ്പോൾ ക്ലീൻ ഷീറ്റുകൾ ലഭിച്ചിരുന്നു. വളരെ തുച്ഛമായ ഗോളുകൾ മാത്രമായിരുന്നു വഴങ്ങിയിരുന്നത്. പക്ഷെ ജോൻ ഗാർഷ്യ പരിക്ക് മൂലം പുറത്തായതോടുകൂടി ഒരുപാട് ഗോളുകൾ വഴങ്ങുന്ന FC ബാഴ്സലോണയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. അതിനിപ്പോൾ ഷെസ്നിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബാഴ്സയുടെ ഡിഫൻസ് കൂടി വീക്കാണ്. അതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഷെസ്നിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരുപാട് ഗോളുകൾ വഴങ്ങുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. അതായത് അവസാനത്തെ 16 മത്സരങ്ങളിൽ നിന്ന് 31 ഗോളുകളാണ് ഷെസ്നി വഴങ്ങിയിട്ടുള്ളത്. അത് ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ഏതായാലും ജോൻ ഗാർഷ്യയുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ബാഴ്സലോണ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.